വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക തേങ്ങ വറുത്തരച്ച കറിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വെണ്ടക്ക മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഉപ്പിട്ട് പൊരിച്ചെടുക്കുക. പൊരിച്ച് വെച്ചിരിക്കുന്നു. കുറച്ചൊന്നും കാണിച്ചിട്ടില്ല, വീഡിയോ ലോങ് ആയി പോകും വിചാരിച്ചു. പിന്നെ അതേ വെളിച്ചെണ്ണയ്ക്ക് വല്യുള്ളിയുടെ കുറച്ച് ഒരു അരമുറി വല്യുള്ളി വലുതാണെങ്കിൽ ഒരു അര എടുത്താൽ മതി. ചെറുതാണെങ്കിൽ ഒന്നെടുത്തോളി. ഒരു തക്കാളി, 2 പച്ചമുളക്. ഇത് നന്നായി വാടിയിട്ട് അതിൻ്റെ ശേഷം എല്ലാം വാടട്ടെ. എല്ലാം വാടി വന്നതിൻ്റെ ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം വാടിയതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് 1 സ്പൂണിൻ്റെ ഉപ്പ് ഏറിപ്പോകരുത്. ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഉപ്പും ആണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഏറിപ്പോയാൽ പിന്നെ ഉപ്പ് ഏറിയാൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഉണ്ടാക്കുന്ന കറി പൊറോട്ട, പത്തിരി, ഇടിയപ്പം, നൂൽപുട്ട്, പുട്ട്, ചോറ്, നെയ്ച്ചോറ് എല്ലാറ്റിൻ്റെ കൂടെ കഴിച്ചാൽ. പണ്ടൊന്നും ഇറച്ചിയും മീനും കിട്ടാത്ത കാലത്തിൻ്റെ വല്യമ്മ പുതിയാപ്പിളാരൊക്കെ വരുമ്പോൾ അമ്മായിയാളോ മാപ്പിളാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന കറിയാണ്. ഒന്നും ഉണ്ടാക്കി നോക്കുക. ഉപ്പിടുക. 1 സ്പൂൺ ഉപ്പിട്ട് പിന്നെ നമ്മളിടാൻ പോകുന്നത് മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ 1 സ്പൂൺ മുളകും പൊടി ഇടുക. നിങ്ങൾക്ക് എത്ര മാടിച്ചാൽ അതിനനുസരിച്ച് ഇടുക. പിന്നെ പുളി ഇടണം കേട്ടോ. കുറച്ച് പുളി പിഴിഞ്ഞാൽ ഒരു മുള്ളു പുളി ഇടണം. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര ഫേമസ് ഉള്ള കറിയാണ്. ഇന്നിപ്പോൾ ഉണ്ടാക്കൂല ആരും. മുളകും പൊടി ഇടുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇറച്ചി കിട്ടിയില്ല, മീൻ കിട്ടിയില്ല, പുതിയാപ്പിള വരുന്നൊന്നും ഇപ്പം നമ്മൾ എന്താ ഉണ്ടാക്കാമെന്നൊന്നും ആരും ചിന്തിച്ചിരിക്കണ്ട. ഇങ്ങനെ വെണ്ടക്ക ഉണ്ടെങ്കിൽ അതങ്ങോട്ട് നീളത്ത് കട്ട് ചെയ്ത് പൊരിച്ചെടുക്കും. ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും തിന്നും, എല്ലാവരും കഴിച്ചു. പിന്നെ ചോദിച്ച് വാങ്ങും. ട്രൈ ചെയ്യാത്തവർക്കൊന്നും ഉണ്ടാക്കി നോക്കി. കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം ഒഴിക്കാം. വെണ്ടക്ക ഇട്ട് കൊടുക്കുക. പൊരിച്ച് വെച്ച് വെണ്ടക്ക ഇട്ട് കൊടുക്കുക. വെണ്ടക്ക നല്ലോണം വേവാനില്ല, കാരണം നമ്മൾ വേവിച്ച് വെച്ചതല്ലേ. നമ്മൾ ചുടുവെള്ളം തിളപ്പിച്ചാറിയ ചുടുവെള്ളം ഒഴിക്കുക. പിന്നെ നമ്മളെ നാളികാരുണ്ട് വറുക്കണേക്ക് നമ്മൾ കൂട്ടുന്ന കരിവേപ്പിൻ്റെ ഇല കൂട്ടുക. പക്ഷെ എനിക്ക് കരിവേപ്പിൻ്റെ ഇല കിട്ടണില്ല മക്കളെ. കാരണം കരിവേപ്പിൻ്റെ ഇല മരം വെച്ച് മടുത്തു. ഒക്കെ പോവാണ് പീക്കളറിഞ്ഞ് കണ്ട് പിടിച്ചിടേനില്ല ഈ വളപ്പിൽ. എനിക്ക് കരിവേപ്പിൻ്റെ ഇല ഇല്ല. അപ്പം നമ്മൾ ഈ തേങ്ങ അരച്ചേക്ക് വറുത്തേക്ക് നമ്മൾ ഇട്ടുകൊണ്ട് പെരിഞ്ചീരകവും ചീരുള്ളിയാണ്. കരിവേപ്പിൻ്റെ ഇല കിട്ടുക ഇട്ട് കൊടുത്തോണ്ട്. ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഇടാത്തത്. ഏത് കറിയിലും കരിവേപ്പിൻ്റെ ഇല കിട്ടാനില്ല. പീടിയിൽ നിന്ന് കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൊടുന്നാൽ അത് പിറ്റേ ദിവസത്തിന് കാണാൻ ഉണങ്ങിപ്പോണ്. അതെന്താണ്? കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾ ഇത് അറിയിക്കണം. നിങ്ങൾ വീട്ടിൽ കരിവേപ്പിൻ്റെ ഉണ്ടാവും. അപ്പോൾ നമ്മളിനി തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചു. എന്നിട്ട് ഒരു തള വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ തള വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ കോപ്പയിൽ തേങ്ങ ഉണ്ടല്ലോ ഒന്ന് ചുരട്ടിപ്പാരുക. പിന്നെ തള വന്നാൽ നമ്മൾ ഓഫാക്കിയിട്ട് മറ്റൊരു ചട്ടി, ഞാൻ ഈ വെണ്ടക്ക പൊരിച്ച ചട്ടി തന്നെയാണ് മറ്റേ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത്. കാരണം അതിൽ വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. ആ വെളിച്ചെണ്ണയ്ക്ക് കടുടുക, കുറച്ച് മുളകും പൊടി ഇടുക. ഇത് ഞാൻ വെണ്ടക്ക പൊരിച്ച വെളിച്ചെണ്ണ, അത് ഒഴിവാക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയുള്ള സമയത്ത് നമ്മളത് ഒഴിവാക്കാൻ പറ്റില്ല. ഇതിലേക്ക് കടുടുക, കുറച്ച് മുളകും പൊടി, ഒരു 4 സ്പൂൺ മുളകും പൊടി ഇടുക. 4 സ്പൂണ്. അത് ചൂടാക്കിയാണ് ഈ കറീൻ്റെ മേലെ കൊഴിച്ചുക. ഇത്ര ഉള്ളൂ പണി.
എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ചെറിയവർക്കും വലിയവർക്കും മുതിർന്നവർക്കും സഹോദരി സഹോദരിമാർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവരോടും നന്ദി.